ഹലോ അപ്പോൾ കഴിഞ്ഞ 2 മാസം മുന്നേ നമ്മളൊരു മിനി പ്രിൻ്ററിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു അല്ലേ ചാനലിൽ. അപ്പോൾ കുറച്ച് പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അന്നൊരു ബ്ലൂ കളറായിരുന്നു, പിന്നെ ഞാനത് റിട്ടേൺ ചെയ്തിട്ട് ഞാൻ പിങ്ക് മേടിച്ചാണ് കേട്ടോ. പിങ്ക് ആണല്ലോ എപ്പോഴും കാണാൻ ക്യൂട്ട്നെസ്, അതുകൊണ്ടാണ് പിങ്ക് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ നമുക്ക് പിങ്കൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അന്നത്തെ വീഡിയോയിൽ ഞാൻ ഒറ്റൊരു യൂസ് മാത്രമാണ് കാണിച്ചിരുന്നത്. പിന്നെ എനിക്കിതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഫോട്ടോസ് പ്രിൻറ്റ് ചെയ്തെടുക്കാമെന്ന് മാത്രമല്ല വേറെ ഒരുപാട് യൂസസ് ഉണ്ട് ഈ ഒരു ചെറിയൊരു പ്രിൻ്റർ വെച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് ഇത് ഇന്ന് വന്നത്. അപ്പോൾ അതിനായിട്ടൊരു ഡിവൈസ് എടുക്കണം. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷനൊക്കെ ഉള്ളൊരു ഏതെങ്കിലും ഒരു ഡിവൈസ് മതി. മൊബൈൽ ആണെങ്കിലും കുഴപ്പമില്ല, ലാപ്പ് ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ടാബ് ആട്ടോ എടുത്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ പ്രിൻ്റർ ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഈ ബട്ടൺ ഉണ്ട്, അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മുകളിലൊരു ബ്ലൂ ലൈറ്റ് കത്തുണ്ടോ. അപ്പോൾ ആ ബ്ലൂ ലൈറ്റ് വന്നാൽ അതിൻ്റെ അകത്ത് ഓൺ ആയിന്നാണ്. ഇനി ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ട്, അതാണ് വാക്ക് പ്രിൻറ്റ്. അപ്പോൾ വാക്ക് പ്രിൻ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കില്ല എപ്പോഴും വരുന്നത്, കാരണം നമ്മുടെ പ്രിൻ്ററിൻ്റെ കമ്പനി അനുസരിച്ച് വേറെ പല പേരുകളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെയാണ് കറക്റ്റ് വരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ഇത് കാണാം കേട്ടോ. ഇതാണ് വാക്ക് പ്രിൻ്റിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ട് 4 മെയിൻ ടാബുകളും പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ടാബുകളും തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ യൂസസ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിലേക്ക് പോവാം. പിക്ചർ പ്രിൻ്റ് ആണ്. ഫോട്ടോ ആൽബംസ് എടുക്കുക, ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോകും. ഇതെൻ്റെ കസിൻ്റെ ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ താഴെ ഞാൻ ഒരു ഫോട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കളർഫുൾ ആയിട്ട് കിട്ടും, പക്ഷെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കിട്ടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ മാത്രമേ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം മാത്രമാണ് ഇഷ്ടപ്പെടാത്തത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സൈസൊക്കെ നമുക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ടോപ്പ് റൈറ്റ് കോർണറിൽ ഈ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്, മൈനസ് സിമ്പിൾ ഉണ്ട്. നമുക്ക് അതിനനുസരിച്ച് കോപ്പീസ് ചെയ്യാം കേട്ടോ. 5 കോപ്പി വേണമെങ്കിൽ 5 കോപ്പിയിലേക്ക് ചെയ്യാം, 7 എണ്ണോ 8 എണ്ണോ വേണമെങ്കിൽ അത്രയും കോപ്പീസ് ചെയ്യാം, പിന്നെ മൈനസ് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണമാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ലേബൽ പേപ്പറിൽ വേണമെങ്കിൽ ചെയ്യാം, നോർമൽ പേപ്പറിൽ വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഡാർക്ക് കസ്റ്റംസ് എന്നൊക്കെ ഉള്ള ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ എനിക്ക് കറക്റ്റ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല, വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഞാനിവിടെ ലേബൽ പേപ്പറാണ് ചൂസ് ചെയ്തത്. പിന്നെ ടോപ്പ് കോർണറിൽ പ്രിൻ്ററിൻ്റെ ഒരു ഐക്കൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പ്രിൻ്ററിൽ അപ്പം തന്നെ പ്രിൻറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. നമ്മൾ എന്താണ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തത് അത് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടാണ് ചെയ്യുന്നത്. കിട്ടുന്നത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മാത്രം. ഇതുപോലത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത പിക്ചേഴ്സ് മാത്രമല്ല, നമ്മുടെ ഗാലറിയിൽ എന്തൊക്കെ ഫോട്ടോസ് ഉണ്ടോ, നമ്മുടെ ഫോട്ടോസ് ഉണ്ടോ, അതൊക്കെ നമുക്ക് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് മാത്രം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂസേജ് കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് യൂസേജിലേക്ക് പോകാം. അപ്പോൾ സെക്കൻഡ് വൺ നമ്മൾ ലേബൽ പ്രിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ലേബൽ പ്രിൻറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ലേബിൾസ് ഉണ്ടല്ലോ, നമ്മുടെ പേര്, അപ്പോൾ നമ്മുടെ രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് എവിടെയെല്ലാം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അതിൽ ഫുഡ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, ഇൻഗ്രീഡിയൻസ് ലേബിളിംഗ് ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, സ്കിൻ കെയർ ലേബിളിംഗ് ഉണ്ട്. പിന്നെ ഡെക്കറേഷൻസിലാണെങ്കിലും ഇത് പറയുമ്പോൾ ഓർത്തത് ഇതിൽ ജേർണലിങ്ങിന് പറ്റിയ ഒരുപാട് ഉപകാരങ്ങളുണ്ട് കേട്ടോ. പിന്നെ മോമൻറ്റ് കിഡ്സിലാണെങ്കിലും സ്റ്റോറേജ് ലേബിളിംഗ് ഉണ്ട്, ഐറ്റം ലേബിളിംഗ് ഉണ്ട്, മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് അതിനായിട്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ ഇതാണ് സെലക്ട് ചെയ്ത് വെച്ചത്, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ഞാനിവിടെ ഇങ്ങനെ ഹലോ വെൽക്കം ടു മൈ ചാനൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് നമുക്ക് വലുതാക്കണമെങ്കിൽ വലുതാക്കുക, ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കുക, അണ്ടർലൈൻ കൊടുക്കുക, ഇറ്റാലിക്സ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. പിന്നെ താഴെ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരും, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഫോട്ടോസ് ആഡ് ചെയ്യണമെങ്കിൽ താഴെ ഒരു ഫോട്ടോ ആൽബംസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് നേരത്തെ ഒരു പിക്ചർ ഉണ്ടല്ലോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നുമില്ല, നെക്സ്റ്റ് കൊടുക്കുക, പ്രിൻറ്റ് കൊടുക്കുക, സെയിം പ്രോസസ്സ് തന്നെയാണ്. അതൊന്ന് പ്രിൻറ്റ് ചെയ്ത് വരും കേട്ടോ. നമ്മുടെ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യുന്ന രീതി മാത്രം ചേഞ്ചസ് വരുത്തുള്ളൂ. പിന്നെ വേറെ ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. മൊമെൻറ്റ് കിഡ്സിൽ പോയിട്ട് ഈ ഒരു ലേബിളിംഗ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബുക്സ് കൊടുക്കുന്നുണ്ട്, സെയിം പ്രോസസ്സ് തന്നെയാണ്. ചെറിയൊരു ആ ടാബിൻ്റെ ഒരു ഇത് ഉണ്ടാവും, എന്താ പറയുക, റെക്റ്റാങ്കിൾ ആയിട്ടുള്ള ലേബിളിംഗ് കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ബുക്സും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വേറൊരു രീതി കൂടി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ ഈ ഒരു ഫ്രെയിംസ് ഉണ്ടല്ലോ, അത് നമുക്ക് മാറ്റാനുള്ള വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വേറൊരു സ്റ്റോറേജ് ബോക്സ് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് സൈഡിൽ ലെഫ്റ്റിൽ ഫ്രെയിംസ് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് എടുക്കുക. അതിലും ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ. എല്ലാം കൂടി നമുക്ക് യൂസ് ചെയ്യാൻ തോന്നും. അതിൽ ഒരു ബണ്ണിയുടെയാണ് ഒരു ഫ്രെയിം എടുത്തേക്കണത്, അത് ഇതുപോലെ ഒന്ന് പ്രിൻറ്റ് ചെയ്തെടുക്കാം. നമുക്ക് അതും കൂടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് പ്രിൻ്റ് എടുത്ത പിക്ചേഴ്സൊക്കെ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് ബോക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ബുക്സിൻ്റെ വല്ല ഷെൽഫ് ഉണ്ടെങ്കിൽ അവിടെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് നോട്ട്ബുക്കിലൊന്ന് ഒട്ടിച്ച് കാണിക്കുന്നുണ്ട്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷനാണ് ന്യൂ നോട്ട്സ്. അപ്പോൾ പേര് പോലെ തന്നെ നമുക്കിതിൽ നോട്ട്സൊക്കെ ടൈപ്പ് ചെയ്തിട്ട് അതൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് ബുക്കിലൊക്കെ ഒട്ടിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അല്ലാതെയാണെങ്കിൽ ഞാനിവിടെ ഗൂഗിളിൽ നിന്ന് കുറച്ച് നോട്ട്സൊക്കെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടേക്ക്. എന്നിട്ട് നമുക്കത് ടെക്സ്റ്റൊക്കെ മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇറ്റാലിക്സ്, ബോൾഡ്, അങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് തന്നെ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഞാനിവിടെ ഒരു പൂച്ചക്കുട്ടിയുടെ ഒക്കെ സ്റ്റിക്കറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ നോർമൽ പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്യുന്നത്, സെയിം പ്രോസസ്സ് തന്നെയാണ്. എന്നിട്ട് ഈ നോട്ട്സൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ, പഠിക്കാനൊക്കെ. ഫോർത്ത് യൂസ് വന്നിട്ട് ചാർജ് ലിസ്റ്റ് ആണ്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട ഒരു ടാബ് ആട്ടോ, കാരണം ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്, ഫ്രെയിംസ് വരുന്നുണ്ട്, ടു ഡു ലിസ്റ്റിൻ്റെ ഒക്കെ ഓപ്ഷൻ വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ക്രിസ്മസിൻ്റെ ഒക്കെ ഒരുപാട് ഫ്രെയിംസ് ഒക്കെ വരുന്നുണ്ട്.
ടു ഡു ലിസ്റ്റ് ഉണ്ട്. പിന്നെ ഫണ്ണിലാണെങ്കിൽ കുറേ ഇമോജീസും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നമുക്കിത് പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാട്ടെ. ഞാനിവിടെ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിനായിട്ട് ഫെസ്റ്റീവ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഞാനിവിടെ ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ഞാൻ ഓർത്ത് നമുക്കവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓർത്ത്. പക്ഷേ പിന്നെ ഞാൻ മനസ്സിലായിട്ട് നമുക്ക് പ്രിന്റ് എടുത്തിട്ട് എഴുതി കൊടുക്കാനേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ പ്രിന്റ് എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എന്താ പറയുക പ്രിന്റ് എടുത്ത് കഴിഞ്ഞിട്ട് എഴുതണമെങ്കിൽ എഴുതാം, കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഞാനിവിടെ മെറി ക്രിസ്മസിന് അഡ്വാൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മേ ബി എൻ്റെ വിഷയമായിരിക്കും നിങ്ങൾക്ക് ആദ്യമായിട്ട് ക്രിസ്മസിന് കിട്ടുന്നത്. പിന്നെ ഇത് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് എടുക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഫെവിക്കോൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്കിതൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രെയിം പറയാൻ കഴിഞ്ഞപ്പോൾ ഞാനൊരു ടു ഡു ലിസ്റ്റും കൂടി ഇന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പറയുന്നത് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ടു ഡു ലിസ്റ്റ് ആകുമ്പോൾ ലിസ്റ്റ് വേണമല്ലോ, പക്ഷെ ലിസ്റ്റൊന്നും കാണാനില്ല, സ്ഥലവും ഇല്ല. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ ഒരു ഓപ്ഷനൊക്കെ ഓർത്തത് ആദ്യം കേട്ടോ. അപ്പോൾ നമ്മളിത്ര ഹൈപ്പൊക്കെ കൊടുത്ത് വെച്ചിട്ട് ലാസ്റ്റ് പ്രിൻ്റർ ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ ഓർത്തുണ്ടായില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന്. ഫസ്റ്റ് ഞാൻ ഓർത്തത് ഞാൻ സെലക്ട് ചെയ്ത ടു ഡു ലിസ്റ്റിൻ്റെ പ്രശ്നമാണെന്ന്. പിന്നെ ഞാൻ വേറൊരു ടു ഡു ലിസ്റ്റും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് താഴെ ഇൻസേർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടത്. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ പ്രസ് ചെയ്യുന്നു അതിനനുസരിച്ച് അത്രയും ലൈൻസ് വരുന്നു. അപ്പോൾ 0/30 എനിക്ക് തോന്നുന്നു 30 ലൈൻസൊന്നും കൊടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ വേറെ എന്താ പറയുക നമ്പറിൻ്റെ ചേഞ്ചസും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തോ അത്രയും ലൈൻസാണ് കിട്ടുന്നത്. നമുക്ക് ബാക്ക് അടിക്കാനും പറ്റില്ല. അങ്ങനെ നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ടു ഡു ലിസ്റ്റൊക്കെ ഫസ്റ്റ് എന്താ കണ്ടപ്പോൾ അത് വർക്കൗട്ട് ആവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. അങ്ങനെ കുറച്ച് ചെയ്യാത്ത കാര്യങ്ങളും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് ഡയറിയിലും കൂടി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോവാം. 4 മെയിൻ ടാബിൻ്റെ യൂസസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാണ്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള ടാബിൻ്റെ യൂസസ് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ടാണ് മെറ്റീരിയൽ ലൈബ്രറി. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇമോജി, ലൈനായിട്ട്, ട്രാൻസ്പോർട്ടേഷൻ, അനിമി, ലവ്ലി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലാണെങ്കിൽ ഓരോ രീതിയിലെ സ്റ്റിക്കേഴ്സൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ പ്രിൻ്റ് എടുക്കാം, എവിടെയെങ്കിലും ഒട്ടിച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ യൂസ് വന്നിട്ട്. ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ കാറും ബസ്സൊക്കെ പോലത്തെ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ് വരുന്നത്. അനിമീസ് നല്ല ഡ്രസ് ഉണ്ട് കേട്ടോ, നല്ല കുറച്ച് ഒറിജിനാലിറ്റി ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിട്ട് ഇതിൽ കളേഴ്സൊക്കെ കൊടുത്ത് നല്ല ഡ്രസ്സായിരിക്കും കേട്ടോ. പിന്നെ കിങ് ലിസ്റ്റിൽ വരുന്നൊരു ഫോട്ടോ ആണ് ഈ ഒരു വലുത് കാണുന്നത്. അപ്പോൾ ഞാനൊന്ന് ചെറുതാക്കി കൊടുത്തിട്ട് അതൊന്ന് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് സ്കെച്ചാണ്. അപ്പോൾ സ്കെച്ച് എടുക്കുമ്പോൾ ഫോട്ടോ ആൽബം വരും. അവിടുന്ന് ഡയറക്റ്റ് ഗാലറിക്ക് പോകും. അവിടുന്ന് ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ എടുക്കുമ്പോൾ അത് ഇതുപോലെയാണ് വരുന്നത്. ഇങ്ങനെ എന്താ സംഭവം വരുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇനി ഇതിപ്പോൾ എങ്ങാനും പ്രിൻ്റ് എടുത്തിട്ട് സ്കെച്ചായിട്ട് വരയ്ക്കാനാണോ അതോ കളർ കൊടുക്കാനാണോ എന്ന് അറിയില്ല കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ബാനർ പ്രിൻ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റിൽ എഴുതാനൊക്കെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ ബാനർ പോലെ താഴെ കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഹോറിസോണ്ടലായിട്ടോ നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ മുകളിലാണെങ്കിൽ T- T+ എന്നുള്ള ഭാഗമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ T- ഞെക്കി ഇതുപോലെ ചെറുതാവും, പ്ലസ് ഞെക്കുമ്പോൾ വലുതാവും. ഫസ്റ്റ് മനസ്സിലായില്ല. പിന്നെ അത് T- ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഞെക്കി കൊടുത്തപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതിനുള്ള ഓപ്ഷനാണെന്ന്. ഈ ഒരു 4 ഓപ്ഷൻസ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻസ് ഇങ്ങനെ ഫ്രെയിം കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇറ്റാലിക്സ് ആക്കാനോ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഒന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ അതൊന്ന് പ്രിൻറ്റ് ചെയ്തെടുത്തിട്ട് അതും ഞാനിവിടെ ഡയറിയിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സെയിം ഓപ്ഷൻ പോലെ വരുന്നതാണ് ഹോറിസോണ്ടൽ ഓറിയൻറ്റേഷൻ. അപ്പോൾ നമുക്കിവിടെ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. താഴെ അവിടെ പ്രിവ്യൂ ആയിട്ട് വരും. A4 A5 സൈസിൽ വരുന്നുണ്ട്. പിന്നെ കൂടുതൽ അറിയാത്തതുകൊണ്ട് അതിലേക്ക് പോകില്ല കേട്ടോ. നെക്സ്റ്റ് OCR എന്നാണ് ഓപ്ഷൻ വരുന്നത്. അതിൽ ഇങ്ങനെയാണ് വരുന്നത്. എന്നിട്ട് ക്യാമറ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൺ ആയി വരും. എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് കൊടുക്കുന്നത് മാത്രം ഓർമ്മയുണ്ട്. ഇങ്ങനെ ലോഡിങ് എടുക്കും, ബാക്കിയൊന്നും അറിയുന്നില്ല. അങ്ങനെ 2-3 വട്ടം ചെയ്ത് നോക്കി, പക്ഷെ അത് അങ്ങനെ ലോഡിങ് തന്നെയാണ് വന്ന് കിടന്നത് കേട്ടോ. അടുത്ത യൂസ് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിങ്ങും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതായത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പറയുന്നത് നമുക്ക് വോയിസ് റെക്കോർഡ് ചെയ്യാം. എന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു QR കോഡിലായിരിക്കും വരുന്നത്. എന്നിട്ട് ഈ QR കോഡ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് വേറൊരു ഫോണിലെങ്ങാനും നമ്മളിത് സ്കാൻ ചെയ്താൽ അത് ഓപ്പൺ ആയിട്ട് നമ്മൾ എന്താണോ പറഞ്ഞത് അതിങ്ങനെ റെക്കോർഡ് ഓപ്പൺ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ആദ്യം വർക്കൗട്ട് ആവില്ല, QR കോഡൊക്കെ എങ്ങനെ വർക്കൗട്ട് ആവുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമല്ല. സംഭവം ഞാനൊന്ന് ചെയ്ത് നോക്കി. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്ക് തന്നെ എൻ്റെ ഫോണിൽ സ്കാൻ ചെയ്തിട്ട് കേൾക്കാനും പറ്റിയിട്ടോ. നെക്സ്റ്റ് ഓപ്ഷൻ വന്നിട്ട് ഡോക്യുമെൻറ്റ് പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ അന്ന് ഞാനൊരു വീഡിയോ ഇട്ടപ്പം എനിക്കതിൽ കമൻറ്റ് ഒന്നും ഉണ്ടായിരുന്നു, PDF എന്നൊക്കെ പ്രിൻറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അന്ന് എനിക്ക് റിപ്ലൈ ആണെങ്കിൽ കൊടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്കത് അറിയണ്ടായില്ല PDF ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നും കൂടി എനിക്ക് അറിയണ്ടായില്ല. അപ്പോൾ ഞാൻ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ റിപ്ലൈ കൊടുക്കാതിരുന്നത്. ഇപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റിയൊരു ധാരണയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ PDF എന്നുള്ളൊരു ഭാഗം എടുക്കുക, ഇമ്പോർട്ട് ഫയൽ കൊടുക്കുക. അപ്പോൾ ഇവർ പറയുന്നുണ്ട് നമ്മൾ ഫയൽ മാനേജറിൽ പോയിട്ട് നമ്മളതൊന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ഏത് ഫയലാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, മീൻസ് ഡോക്യുമെൻറ്റ്
അതൊന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ വാക്ക് പ്രിൻറ്റിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെ വന്ന് ഫയൽ എടുക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഫയൽ മാനേജർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഏതെങ്കിലും ഒരു PDF എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ടാബ് ഈ ഇടയ്ക്ക് മേടിച്ചതുകൊണ്ട് അധികം അങ്ങനെ PDFും കാര്യങ്ങളൊന്നുമില്ല. പിന്നെയുള്ള PDF എന്നൊക്കെ പറയുന്നത് എൻ്റെ പഠിക്കാനുള്ള PDF ആണ്. മൈക്രോബയോളജിയുടെ PDF ആട്ടോ ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഓപ്പൺ ഇൻ അനദർ ആപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരും. അതെടുക്കുമ്പോൾ വാക്ക് പ്രിൻറ്റ് വരും. എന്നിട്ട് അതൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 30 MB എക്സീഡ് ചെയ്യുന്ന ഫയലൊന്നും ഇവർ എടുക്കത്തില്ല എന്ന്. അപ്പോൾ വലിയ ഫയൽസ് ഒന്നും ഇവർ അക്സെപ്റ്റ് ചെയ്യില്ല. ചെറിയ ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ അതനുസരിച്ച് വേറൊരു PDF കണ്ടുപിടിച്ചു. ഒരു ചെറിയൊരു MB ഉള്ളൊരു PDF കണ്ടുപിടിച്ചു. അതും ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുമ്പോൾ ഇതുപോലെ ലോഡിംഗ് കാണിച്ചിട്ട് ലാസ്റ്റ് പ്രിൻറ്റ് ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് എന്താ പറയുക, ഇത് വർക്കൗട്ട് ആവുന്നില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. ലാർജ് ഫയലും പറ്റില്ല, ചെറിയ ഫയൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ പ്രിൻറ്റ് ഫെയിൽഡ് എന്നാണ് എപ്പോഴും കാണിക്കുന്നത്. ഞാൻ കുറച്ച് ടൈംസ് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കി, പക്ഷെ അപ്പോഴൊക്കെ പ്രിൻറ്റ് ഫെയിൽഡ് എന്നാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് വെബാണ്. അപ്പോൾ വെബ് എടുക്കുമ്പോൾ ഡയറക്റ്റ്ലി അത് ഗൂഗിളിലേക്കാണ് ഓപ്പൺ ആയി പോകുന്നത്. എന്നിട്ട് ഗൂഗിളിൽ പോയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ കോഡ്സ് ആയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കോഡ്സ് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇമേജസ് വരുമല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൊടുത്തത് ഏതെങ്കിലും ഒരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് മാതിരിയാണ് കിട്ടുന്നത്. അതായത് നമ്മൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കുമല്ലോ, ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് എക്സ്പീരിയൻസ് പാവലോ എന്ന് പറഞ്ഞിട്ടൊരു ടാബാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഇതുപോലെ പ്രിൻ്റ് എടുത്തിട്ട് വെക്കുക. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ജേർണലിംഗ് ഫ്രേസസ് ആണ്. നമുക്ക് ജേർണലിങ്ങിനൊക്കെ ഇതുപോലൊക്കെ ബ്ലാക്ക് ഫ്രേസസ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് പിക്ചർ പ്രിൻ്റ് ഉണ്ടല്ലോ ഫസ്റ്റ് ഓപ്ഷൻ, അതിൽ പോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ചെറിയൊരു സൈസിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ലാസ്റ്റ് ഓപ്ഷൻ വന്നിട്ട് കളറിംഗ് ആണ്. അതായത് നമുക്ക് അങ്ങനെയൊരു പ്രത്യേകിച്ച് ടാബ് ഒന്നുമില്ല. ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് പ്രിൻ്റ് എടുത്തിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് നമുക്കത് കളറിംഗ് ഒക്കെ കൊടുക്കാം. അങ്ങനെയുണ്ട്. ഈ സെറ്റിംഗ്സ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഡേറ്റും ലോഗോയും എപ്പോഴും പ്രിൻ്റ് ആയി കിട്ടുന്നുണ്ട് ഓരോ പേപ്പറിലും. അപ്പോൾ അത് വേണമെങ്കിൽ ഓൺ ആക്കി ഇടാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ആക്കി ഇടാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയും യൂസസ് ആണ് ഈ ഒരു ചെറിയൊരു പ്രിൻ്ററിൽ വരുന്നത്. അതിൽ മിക്കതും വർക്കൗട്ട് ആവുന്നുണ്ട്, ചിലതൊന്നും വർക്കൗട്ട് ആവണില്ല. ഇനിയിപ്പോൾ ഇത് എനിക്ക് അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഇതൊരു മസ്റ്റ് പ്രൊഡക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ച് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.